നമസ്കാരം എന്ന് പറഞ്ഞേ. നമസ്കാരം. ഉറക്കെ പറഞ്ഞേ കേൾക്കട്ടെ. നമസ്കാരം. ഈ ക്ലാസ്സിൽ ടീച്ചർ വന്നിരിക്കുന്നത് നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടാവും. പൂരിപ്പിക്കുകയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചെയ്തത് ചില്ലുകൾ പൂരിപ്പിക്കാൻ വേണ്ടി വാക്കുകൾ തന്നിട്ട് കറക്റ്റ് സ്ഥാനത്ത് ചേർക്കാൻ വേണ്ടി. ഇത് മുന്നേ പഠിച്ച അക്ഷരങ്ങൾ, വാക്കുകൾ, അക്ഷരങ്ങൾ നമ്മളിവിടെ എഴുതിയിട്ടുണ്ട്. അത് ഏത് എവിടെ ചേർക്കണം എന്നുള്ളത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ എന്ന് അറിയണ്ടേ? ടീച്ചർ പഠിപ്പിച്ച കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടോ എന്ന് അറിയണ്ടേ? അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്കൊന്ന് ഫില്ല് ചെയ്താലോ? ഡാഷുള്ളിടത്ത് കറക്റ്റായിട്ടുള്ള ഏതെങ്കിലുമൊക്കെ അക്ഷരങ്ങൾ ഉപയോഗിച്ചിട്ട് കാര്യമില്ല. ശരിയായ അക്ഷരം ഉപയോഗിക്കുമ്പോൾ ശരിയായ വാക്കുകൾ നമുക്ക് കിട്ടും. നോക്കിയാലോ? ഓക്കെ. പ ഉ പു ഡാഷ് വ. പു ഡാഷ് വ എന്തായിരിക്കും ഇവിടെ വരുന്നത്? ഏത് അക്ഷരമായിരിക്കും? വി, രം, ര, ട, ഉ, മ. ഏതായിരിക്കും? യെസ്, ട അല്ലേ? പു ട വ, പുടവ ആയിരിക്കും വരുന്നത്. ഓക്കെ. ഇനി അടുത്തത് എന്തായിരിക്കും? ഇതിൽ അടുത്ത ഏത് അക്ഷരമായിരിക്കും ഇവിടെ വരുന്നത്? ഡാഷ് മ. എന്താണ്? ഡാഷ് മ. നോക്കിയേ. വി, രം, ര, ട നമ്മൾ ഉപയോഗിച്ചു, പിന്നെ അത് പറയണ്ടല്ലോ. ഊ, അടുത്തത് മ. അപ്പം ഇതിൽ ഏതക്ഷരമായിരിക്കും വരുന്നത്? ഇതിനോട് ചേർന്ന് പോകുന്ന ഒരക്ഷരം ഏതായിരിക്കും? ഏതായിരിക്കും? യെസ്, ഊ. ഉണ്ടോ? ഊ എന്ന അക്ഷരം ചേർക്കുമ്പോൾ ശരിയായ വാക്ക് കിട്ടുന്നു. ഊമ. ഏതാണ്? ഊമ. ഓക്കെ. ഇനി നമ്മൾ അടുത്തത്, സോറി നമ്പർ തെറ്റിയിട്ടുണ്ട്, കറക്റ്റ് ആക്കാം കേട്ടോ. ഇനി അടുത്ത വാക്ക് താ ഡാഷ് ര. എന്തായിരിക്കും? താ ഡാഷ് ര ഏതായിരിക്കും? നമ്മളിങ്ങനെ ഓർഡറിൽ ചെയ്തു പോകുമ്പോൾ ഏതെങ്കിലും വാക്കുകൾ ഇതുപോലെ അക്ഷരങ്ങൾ ചേർക്കാൻ പെട്ടെന്ന് അപ്പം തന്നെ നമുക്ക് കിട്ടിയില്ല, കൺഫ്യൂഷൻ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് കിട്ടിയാൽ അതവിടെ ഫില്ല് ചെയ്യാം, കുഴപ്പമില്ല. പക്ഷെ കിട്ടിയില്ല, നമുക്ക് പരീക്ഷയ്ക്കൊക്കെ ഇരിക്കുമ്പോൾ ഒരു സമയമുണ്ട് അല്ലേ? ക്ലാസ്സിൽ നമ്മൾ ടീച്ചർ പഠിപ്പിക്കുന്ന പോലെയല്ല പരീക്ഷയ്ക്ക് ഇരിക്കുമ്പോൾ അല്ലേ? ഒരു കൃത്യ സമയം ഉണ്ടാവും. ആ സമയത്തിനുള്ളിൽ പരീക്ഷ എഴുതി തീർക്കണം. വേണ്ടേ? വേണ്ടേ അല്ലേ? സമയത്തിനുള്ളിൽ പരീക്ഷ എഴുതിയില്ലെങ്കിൽ എല്ലാ ക്വസ്റ്റ്യൻസും നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. അപ്പം സമയം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയോ? നമുക്കിപ്പോൾ ഇതറിയില്ല. ഓക്കെ, മൂന്നാമത്തെ നമുക്ക് അറിയില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇതിൽ അറിയാവുന്നത് ആദ്യം നമ്മൾ പൂരിപ്പിക്കണം. മനസ്സിലായോ? അറിയാവുന്നത് ആദ്യം നമ്മൾ എഴുതണം. അപ്പോൾ നോക്കിയേ, താ ഡാഷ് ര അറിയില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യാണ്? അടുത്തത് ഡാഷ് ല. ഇത് നമുക്ക് ചിലപ്പോൾ അറിയില്ലായിരിക്കാം. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത്? അടുത്തത് നോക്കണം. ഈ ഡാഷ് ടി ഏതായിരിക്കും? ഏതായിരിക്കും? അറിയാമോ? നോക്കട്ടെ. ഈ ഡാഷ് വി, രം, ര, ട വേണ്ട, നമ്മൾ ഉപയോഗിച്ചത് എടുക്കണ്ട. മ. ഇതിനകത്ത് ഏതായിരിക്കും ഉപയോഗിക്കാത്തത്? ര. ഉണ്ടാ? ഈ ര, ഈ ര ഡി, ഈരടി. ഇത് നമ്മളോട് നോട്ട് ചെയ്ത് വെക്കുക. ഉണ്ടാ? ഈ ര ഡി. ഉണ്ടാ? അപ്പോൾ നമ്മൾ വേഗം അറിയാവുന്നതെടുത്ത് നമ്മൾ ഫില്ല് ചെയ്തു. അപ്പോൾ നമുക്ക് സമയം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കറക്റ്റ് ചെയ്യാൻ പറ്റും. ഇല്ലെങ്കിൽ നമുക്ക് അറിയാത്തതും നമ്മൾ എഴുതാതിരിക്കും, അറിയാവുന്നതും കൂടെ നമുക്ക് അറിയാത്ത കാര്യങ്ങൾ നമ്മൾ ആലോചിച്ചിരുന്ന് താഴെ വരുന്നത് അറിയാവുന്നതാണെങ്കിൽ നമുക്ക് അതും എഴുതാൻ പറ്റില്ല, മാർക്ക് കിട്ടില്ല. അപ്പോൾ അറിയുന്നത് ആദ്യം എഴുതി പോകണം. മനസ്സിലായോ? ഇനി അടുത്തത് നോക്കിയേ. മാ ഡാഷ്. ഇവിടെ നമ്മൾ അറിയാൻ വേണ്ടിയിട്ട് ടീച്ചർ ഇങ്ങനെ എഴുതാം. ഓക്കെ.
അറിയാൻ വേണ്ടി ടീച്ചർ. അപ്പം മ ഡാഷ് അം. അപ്പം എന്തായിരിക്കും? ഇതാണ് എന്താ മരം. അപ്പം നമ്മൾ ഇതും എടുത്തു അല്ലേ? മരം, മരം. കിട്ടിയില്ലേ? ഓക്കെ. ഇനി നമ്മൾ നേരത്തെ അറിയാത്തതൊന്ന് വിട്ട് കളഞ്ഞു. മനസ്സിലായോ? അറിയാൻ പാടില്ലായിരുന്നു ഏത് അക്ഷരമാണ് അവിടെ വരുന്നത്, ആ വാക്ക് എങ്ങനെ കംപ്ലീറ്റ് ആവുമെന്ന് അറിയില്ല. ഇപ്പൊ നമുക്ക് ഇത്രയും നമ്മൾ ഫില്ല് ചെയ്തപ്പോൾ നോക്കിയേ, ഈ അക്ഷരം നമ്മൾ എടുത്തു, ഈ അക്ഷരം എടുത്തു, ഈ അക്ഷരം എടുത്തു, ഈ അക്ഷരം എടുത്തു. ഇനി ഒന്ന് നോക്കിയേ, നമ്മൾ ഉപയോഗിക്കാത്ത ഈ വാക്കുകളിൽ ഫില്ല് ചെയ്യാത്ത രണ്ടേ രണ്ട് അക്ഷരമാണ് ഇവിടെയുള്ളൂ. ഏതാണ്? വി, വി എന്ന അക്ഷരവും പിന്നെ മാ എന്ന അക്ഷരം. ഇനി ഇതൊന്ന് നോക്കി നോക്കിയേ, എങ്ങനെയായിരിക്കും എന്ന്. എവിടെയായിരിക്കും വരുന്നത്? ത, വി, ര. അങ്ങനെ വരുമോ? വി വരുമോ ഇവിടെ? ഇവിടെ വി വരുമോ? ഇല്ല. എന്തായിരിക്കും വരുന്നത്? മ അല്ലേ? അപ്പൊ നോക്കിയേ, ത, മ, ര. താമര. കിട്ടിയോ? താമര. ഓക്കെ. ഇനി അപ്പൊ ഇതും നമ്മൾ ഉപയോഗിച്ചു. ഇനി ഏതാണ് ഉപയോഗിക്കാത്തത്? ആകെ ഒരേ ഒരു അക്ഷരമേ ഉള്ളൂ. അതേതായിരിക്കും? വി അല്ലേ? വി. അതെന്ത് ചെയ്യണം? വി. കൂട്ടി വായിച്ചേ, വില. വായിച്ചേ, വ ഇ വി ല, വില. കിട്ടിയോ? നമ്മളിങ്ങനെ ഓർഡർ ആയിട്ട് കറക്റ്റ് ഓർഡറിൽ ഫില്ല് ചെയ്ത് പോകുന്നതിൽ തെറ്റില്ല, നല്ലതാണ്, അങ്ങനെയാണ് ചെയ്യേണ്ടത്. പക്ഷേ നമ്മൾ ചെയ്ത് വന്നപ്പോൾ നമ്മൾ 1ഉം 2ഉം ചെയ്തു, 3ഉം 4ഉം നമുക്ക് കിട്ടിയില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? അടുത്തത് അറിയാവുന്നതുണ്ടെങ്കിൽ അതാദ്യം ഫില്ല് ചെയ്തിട്ട് അറിയാത്തത് നമ്മൾ അടുത്ത് തന്നെ ചെയ്യണം കേട്ടോ. അപ്പം നമ്മൾ ഈ അക്ഷരങ്ങൾ ഉപയോഗിച്ച് കഴിയുമ്പോൾ ബാലൻസ് വരുന്ന അക്ഷരം എവിടെയാണോ ശരിയായി ചേരുന്നത് അവിടെ ചേർത്തെഴുതുമ്പോൾ ആ വാക്ക് അർത്ഥപൂർണമായൊരു വാക്കായിട്ട് മാറും, മീനിങ് ഫുൾ വേർഡായിട്ട് മാറും. അപ്പോൾ നമുക്ക് തെറ്റാതെ പരീക്ഷ എഴുതാൻ പറ്റും, സമയം നമുക്ക് ക്രമീകരിക്കാൻ പറ്റും, എല്ലാ ചോദ്യങ്ങൾക്കും ആൻസർ ചെയ്യാൻ പറ്റും. മനസ്സിലായോ? അപ്പോൾ അറിയുന്ന കാര്യങ്ങൾ ആദ്യം എഴുതി പോകണം. എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മളിവിടെ ഇട്ടിരിക്കുന്ന ടീച്ചറിന് നേരത്തെ നമ്പർ തെറ്റിപ്പോയി എന്ന് പറഞ്ഞില്ലേ, അതുപോലെ നമ്പർ തെറ്റരുത്. നമ്മൾ ആൻസർ ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? നമ്പർ തെറ്റാതെ വേണം എഴുതാനായിട്ട്. നമ്മൾ തിരക്ക് പിടിച്ച് അറിയാവുന്നത് വേഗം എഴുതി, അറിയാത്തത് പിന്നെ എഴുതി, എല്ലാ ഉത്തരങ്ങളും ശരിയായി, പക്ഷെ നമ്പർ തെറ്റിപ്പോയി, എന്താവും? മാർക്ക് കിട്ടില്ല. മനസ്സിലായോ? അപ്പം അതുകൊണ്ട് തിരക്ക് പിടിച്ച് ചെയ്യാൻ നിൽക്കരുത്, ആലോചിച്ച് സമയത്തിനനുസരിച്ച് നമ്മൾ ചെയ്യണം. ടീച്ചേഴ്സ് ഹോളിൽ പറയില്ലേ, എന്താണ് പരീക്ഷയ്ക്ക് ഇപ്പോൾ 1 അവർ ആണെന്നുണ്ടെങ്കിൽ 15 മിനിറ്റ് കഴിഞ്ഞു, അരമണിക്കൂർ കഴിഞ്ഞു അല്ലേ, ഇനി ഒരു അരമണിക്കൂറും കൂടെ ഉണ്ട് അല്ലേ, കുറച്ച് കഴിയുമ്പോൾ പറയും 15 മിനിറ്റ് കൂടെ ഉള്ളൂ അല്ലേ. ചിലപ്പോൾ സ്കൂളിൽ ബെല്ലടിക്കും, അപ്പോൾ എന്താ, അടുത്ത ബെല്ലിൽ ഞാൻ പേപ്പർ വാങ്ങും എന്ന് പറയുമ്പോൾ അതിനുള്ളിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇതുപോലെ അറിയാവുന്നത് ആദ്യം എഴുതുക, അറിയാത്തത് അതിന് തൊട്ട് താഴെ ഫില്ല് ചെയ്യാൻ ശ്രമിക്കുക. അതിപ്പോൾ ക്വസ്റ്റ്യൻ ആൻസർ ആയാലും ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആയാലും മാച്ച് ദ ഫോളോയിങ് ആയാലും അങ്ങനെ തന്നെ ചെയ്യണം. അറിയാവുന്നത് ആദ്യം ചെയ്യണം, അറിയാവുന്ന ക്വസ്റ്റ്യൻ്റെ സെക്ഷൻ ആദ്യം കംപ്ലീറ്റ് ചെയ്യണം. ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്പർ തെറ്റിപ്പോകരുത്. മനസ്സിലായോ? നമ്മൾ അറിയാവുന്ന എടുത്ത് തിരക്കിട്ട് ചെയ്യുമ്പോൾ നമ്പർ തെറ്റിപ്പോയാൽ കാര്യമില്ല. പറഞ്ഞ നമ്പർ തെറ്റാതെ, ആൻസേഴ്സ് തെറ്റാതെ, സമയം അനുസരിച്ച് കുറച്ച് ബുദ്ധിയൊക്കെ ഉപയോഗിച്ച് എന്ത് ചെയ്യണം? കുറച്ച് ചിന്തിച്ച് ചെയ്യണം. മനസ്സിലായോ? കുറച്ച് ചിന്തയോടെ ചെയ്യണം. ഓക്കെ. അപ്പോൾ നന്നായിട്ട് പഠിച്ചിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യണം? നെക്സ്റ്റ് ക്ലാസ്സിൽ അടുത്തടുത്ത പുതിയ കാര്യങ്ങളായിട്ട് ടീച്ചർ വരാം. ഓക്കെ. നന്നായിട്ട് പഠിക്കുക, റിപ്പീറ്റ് ചെയ്ത് ഉറക്കെ വായിച്ച് പറഞ്ഞ് എഴുതി പഠിക്കുക. സ്കൂളിലുള്ള വിഷയങ്ങളൊക്കെ പഠിക്കാനായിട്ടൊരു സമയം കണ്ടെത്തുക. അതുകൂടാതെ വെറും ഒരു 15 മിനിറ്റ് മാത്രം മലയാളം വായിക്കാനും പറയാനും എഴുതാനും ഒക്കെ ആയിട്ട് വെറും 15 മിനിറ്റ് ഒരു ദിവസം മാറ്റി വയ്ക്കണം. ഓക്കെ. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. നന്ദി. ശുഭദിനം.